നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സിഫിലിസ് എന്ന അസുഖത്തെക്കുറിച്ചാണ്. ട്രിപ്പനോമ പാലിഡം എന്ന ബാക്ടീരിയയുടെ അണുബാധ മൂലമുണ്ടാകുന്ന ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമാണ് സിഫിലിസ്. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ രോഗം അതിൻ്റെ 4 ഘട്ടങ്ങളിൽ ഏതിലാണ് എന്നതിനെ ആശ്രയിച്ചാണ് സിംറ്റംസ് പ്രസന്റ് ആവുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ സാധാരണയായി വേദനയോ ചൊറിച്ചിലോ ഇല്ലാത്ത തൊലിപ്പുറത്തുള്ള ഒറ്റ വ്രണമാണ് ലക്ഷണം. ചിലപ്പോൾ ഒന്നിലധികം വ്രണങ്ങൾ ഉണ്ടാകാം. രണ്ടാമത്തെ ഘട്ടത്തിൽ കൂടുതൽ പരന്ന തിണർപ്പാണ് കാണുക. കൈപ്പത്തി, കാൽപാദം, വായ, യോനി എന്നിവിടങ്ങളിലാണ് ഇത് ബാധിക്കുക. വർഷങ്ങളോളം നീണ്ടു നിൽക്കാവുന്ന ലേറ്റന്റ് അവസ്ഥയിലുള്ള സിഫിലിസിന് വളരെ കുറഞ്ഞ ലക്ഷണങ്ങളെ ഉണ്ടാവൂ. ചിലപ്പോൾ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്നും വരാം. മൂന്നാം ഘട്ടത്തിൽ മൃദുവായ മുഴകൾ പ്രത്യക്ഷപ്പെടുന്നു. നാഡീ സംബന്ധമായ ലക്ഷണങ്ങളും ഹൃദയ സംബന്ധമായ ലക്ഷണങ്ങളും ഉണ്ടാകാം. മറ്റു പല രോഗങ്ങളോടും സാമ്യമുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊണ്ട് രോഗങ്ങളിലെ അനുകർത്താവ് എന്ന് സിഫിലിസിനെ വിളിക്കുന്നു. രോഗം പകരാനുള്ള സാധ്യത ഗർഭനിരോധന ഉറകളുടെ ഉപയോഗം വഴി കുറയ്ക്കാവുന്നതാണ്. സിഫിലിസിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. 1940കളിൽ പെൻസിലിന്റെ കണ്ടുപിടുത്തത്തോടെ അതിവേഗം കുറഞ്ഞു തുടങ്ങിയ സിഫിലിസ് 21ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ പല രാജ്യങ്ങളിലും HIV-യോടൊപ്പം പടർന്നു പിടിക്കുന്നതായി കണ്ടുവരുന്നു. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം രോഗവ്യാപനത്തിന് കാരണമാകുന്നു. 2015 ക്യൂബ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കുള്ള സിഫിലിസിന്റെ വ്യാപനം പൂർണ്ണമായി ഇല്ലാതാക്കിയ ആദ്യത്തെ രാജ്യമായി മാറി. പ്രധാന ലക്ഷണങ്ങൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഘട്ടമനുസരിച്ചിരിക്കും. ആദ്യഘട്ടത്തിൽ പൊതുവിൽ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിലുള്ള അണുബാധയുടെ ഫലമായ വ്രണവുമായി നേരിട്ടുള്ള ലൈംഗിക സംസർഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. ആദ്യ കോണ്ടാക്റ്റിന് ശേഷം 3 മുതൽ 90 ദിവസത്തിനുള്ളിൽ വ്രണം സംസർഗമുണ്ടായ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു. 40% ആളുകളിലും ചൊറിച്ചിലോ വേദനയോ ഇല്ലാത്ത ഉറപ്പുള്ള അതിരുകളും ഉള്ള ഒറ്റ വ്രണമായിരിക്കും. ഒരു ചെറിയ കുരുവിൽ നിന്നും വ്രണമായി മാറുകയാണ് ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നത്. അപൂർണമായി ഒന്നിലധികം വ്രണങ്ങൾ കാണപ്പെടാം. ഇത് സാധാരണയായി HIV ബാധ കൂടി ഉള്ളപ്പോഴാണ് സംഭവിക്കുന്നത്. വ്രണങ്ങൾ തൊടുമ്പോഴോ അല്ലാതെയോ വേദനയുള്ളവയാവാം 30%-ഓളം കേസുകളിൽ. ഗുഹ്യഭാഗങ്ങളിൽ അല്ലാതെയും കാണപ്പെടാം 2 മുതൽ 7% കേസുകളിൽ. വ്രണം പ്രത്യക്ഷപ്പെട്ട ശേഷം 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ വ്രണത്തിന് സമീപത്തുള്ള ലിംഫ് ഗ്രന്ഥികളുടെ വീക്കം സാധാരണയാണ്. ചികിത്സ കിട്ടാതെ വ്രണം 3 മുതൽ 6 ആഴ്ച വരെ നിലനിൽക്കും. പ്രാഥമിക രോഗാണുബാധയ്ക്ക് 4 മുതൽ 10 ആഴ്ചയ്ക്ക് ശേഷമാണ് ദ്വിതീയ ഘട്ടത്തിലുള്ള ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക. ദ്വിതീയ ഘട്ടത്തിൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാമെങ്കിലും ത്വക്ക്, ശ്ലേഷ്മസ്ഥലം, മ്യൂക്കസ് മെംബ്രെയിൻ, ലസികാഗ്രന്ഥികൾ, ലിംഫ് നോഡ്സ് എന്നിവയെ ബാധിക്കുന്ന ലക്ഷണങ്ങളാണ് സാധാരണയായി കാണപ്പെടുന്നത്. പനി, തൊണ്ടവേദന, ക്ഷീണം, ശരീരഭാരം നഷ്ടപ്പെടുക, മുടികൊഴിച്ചിൽ, തലവേദന എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ. ഹെപ്പറ്റൈറ്റിസ്, വൃക്കരോഗം, സന്ധിവീക്കം, ഒപ്റ്റിക് നെർവിനുണ്ടാകുന്ന വീക്കം, യുവിഐറ്റിസ്, കോർണിയയിലുണ്ടാകുന്ന മുറിവുകൾ തുടങ്ങിയവയും അപൂർവമായി കാണപ്പെടുന്നു. ലക്ഷണങ്ങൾ 3 മുതൽ 6 ആഴ്ചകൾക്കുള്ളിൽ ശമിക്കുന്നു. ഏകദേശം 25% ആളുകളിലും ദ്വിതീയ ഘട്ടത്തിൽ ലക്ഷണങ്ങളുമായി രോഗം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഇവരിൽ ചിലരെങ്കിലും 40 മുതൽ 50% സ്ത്രീകളും 20 മുതൽ 65% വരെ പുരുഷന്മാരും മുൻപ് പ്രാഥമിക സിഫിലിസിന്റെ ലക്ഷണങ്ങളായ വ്രണം ഉണ്ടായിട്ടില്ലാത്തവരാണ്. ലേറ്റന്റ് സിഫിലിസ് എന്ന് പറയുന്ന വിഭാഗം രക്തപരിശോധനയിൽ രോഗബാധയുടെ തെളിവുണ്ടെങ്കിലും രോഗലക്ഷണങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് രോഗം ലേറ്റന്റ് അവസ്ഥയിലാണ് എന്ന് പറയുക. 3ാം ഘട്ടത്തിൽ തൃതീയ ഘട്ടത്തിലെ സിഫിലിസ് പ്രാഥമിക അണുബാധയ്ക്ക് 3 മുതൽ 15 വർഷം വരെ ശേഷമാണ് പ്രത്യക്ഷപ്പെടുക. ഇത് ഗാമ സിഫിലിസ്, ന്യൂറോസിഫിലിസ്, ഹൃദയ സംബന്ധമായ സിഫിലിസ് എന്നിങ്ങനെ വർഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ശരിയായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ രോഗാണുബാധയുണ്ടായ 1/3 ആളുകളിലും രോഗം തൃതീയ ഘട്ടത്തിലേക്ക് പോകുന്നു. ഈ ഘട്ടത്തിൽ രോഗം പകരുന്നതല്ല. ജന്മനാലുള്ള സിഫിലിസ് ഗർഭകാലത്തോ ജനന സമയത്തോ ഉണ്ടാകുന്ന രോഗാണുബാധയുടെ ഫലമായിട്ട് ജന്മനായുള്ള സിഫിലിസ് ഉണ്ടാകുന്നത്. രോഗബാധയുള്ള 3-ൽ 2 കുഞ്ഞുങ്ങൾക്കും ജനന സമയത്ത് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല. ആദ്യത്തെ 2 വർഷങ്ങളിൽ കരളിൻ്റെയും പ്ലീഹയുടെയും വീക്കം 70% പേരിലും കാണപ്പെടാം. തിണർപ്പ് 70% പേരിൽ കാണപ്പെടാം. പനി, ന്യൂറോസിഫിലിസ്, ശ്വാസകോശത്തിലെ വീക്കം എന്നിവയും ഉണ്ടാകുന്നു. ചികിത്സിക്കാതിരുന്നാൽ മൂക്കിന്റെ പാളത്തിനുണ്ടാകുന്ന വൈകല്യം, സാഡിൽ നോസ് ഉൾപ്പെടെയുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. രോഗം പകരുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയും ഗർഭകാലത്ത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കുമാണ്. ശ്ലേഷ്മസ്തരത്തിലൂടെ
ചെറിയ പോറലുകളുള്ള തൊലിയിലൂടെയും കടന്നുപോകാൻ സ്പൈറോകീറ്റുകൾക്ക് കഴിയും. സിഫിലിസ് വ്രണത്തിനു സമീപം ചുംബിക്കുന്നതിലൂടെയോ യോനിമാർഗമുള്ള ലൈംഗിക ബന്ധത്തിലൂടെയും ഇത് പകരാം. ദ്വിതീയ ഘട്ടത്തിലുള്ള സിഫിലിസുമായി സമ്പർക്കത്തിൽ വരുന്ന 30 മുതൽ 60% വരെ ആളുകൾക്കും രോഗബാധ ഉണ്ടാകുന്നു. ശരീരത്തിൽ നിന്നും പുറത്തെത്തിയാൽ ഈ ബാക്ടീരിയ വളരെ വേഗം നശിച്ചു പോകുന്നതുകൊണ്ട് പൊതുവായി ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് സീറ്റുകൾ, വസ്ത്രങ്ങൾ, ഭക്ഷണപാത്രങ്ങൾ എന്നിവ വഴി രോഗം പകരാറില്ല. സിഫിലിസിന്റെ ആദ്യഘട്ടത്തിൽ ദേഹപരിശോധനയിലൂടെ മാത്രം രോഗനിർണയം നടത്താൻ പ്രയാസമാണ്. രക്തപരിശോധനയിലൂടെയോ സൂക്ഷ്മദർശിനിയിലൂടെയോ നേരിട്ട് നോക്കിയാൽ രോഗം സ്ഥിരീകരിക്കാം. രക്തപരിശോധനയാണ് സാധാരണയായി രോഗനിർണയത്തിന് ഉപയോഗിക്കാറ്. രോഗം ഏത് ഘട്ടത്തിലാണ് എന്ന് കണ്ടുപിടിക്കാൻ രക്തപരിശോധനയിലൂടെ സാധ്യമല്ല.